നമസ്കാരം. തിരുമല അനിൽ, അനന്തു അജി, ആനന്ദ് കെ തമ്പി, ഇന്നിതാ മറ്റൊരു BJPയുടെ മഹിളാ മോർച്ച നേതാവ്. അവർ ആത്മഹത്യാശ്രമം നടത്തിയാണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അനന്തു അജി തന്നെ പീഡിപ്പിച്ചവരുടെ പേര് സൂചിപ്പിച്ചാണ് ആത്മഹത്യ ചെയ്തത്. സംഭവം നടന്ന് ഇത്ര ദിവസമായിട്ടും ഒരു അറസ്റ്റ് പോലും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്ത് മരിച്ച അനന്തു അജിയുടെ പ്രതിയെ തേടി പോലീസ് നടക്കുകയാണ്. അയാൾ ഒളിവിലാണെന്ന് പറയുന്നു. ആ കേസ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് മാറ്റിയത് 2 ആഴ്ച മുമ്പാണ്. എന്താണ് BJPയിലും RSSലും സംഭവിക്കുന്നത്? എന്തിനാണ് മിത്രങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്? സ്വാഗതം. സ്പെഷ്യൽ ഡിഷിലേക്ക് നമ്മുടെ അതിഥികളായി CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, സാമൂഹ്യ പ്രവർത്തകൻ റനി ഐലിൻ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, കോൺഗ്രസ് വക്താവ് നിജേഷ് അരവിന്ദ് എന്നിവർ. ആദ്യം നിജേഷിലേക്ക്. നിജേഷ്, ഇന്ന് കെ മുരളീധരൻ പറയുന്നത് BJPക്ക് അകത്ത് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് എന്തെങ്കിലും പ്രശ്നമായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ ചെന്ന് കണ്ടാൽ അവരെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെറി വിളിക്കും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോകാറില്ല. ഇത് ആ പാർട്ടി പരിഹരിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാവും ഇതൊക്കെ സംഭവിക്കുന്നത്? കേരളത്തിൽ BJP RSS സംഘടനകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അത് അതീവ വേദനാജനകമാണ്, ഗുരുതരമാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ആത്മഹത്യകൾ, ഇപ്പോൾ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു, മുൻ കൗൺസിലറായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിനകത്ത് BJPക്കാർ എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ കടക്കണിയിലായി ഞാൻ ആത്മഹത്യ ചെയ്തു, എൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് BJP ആണ് എന്ന് പറയുന്നു. മറ്റൊരാൾ അതിനേക്കാൾ ഭീകരമായി തന്നെ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ, RSSനകത്ത് തന്നെ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കഥകൾ പറയുന്നു. മൂന്നാമത്തെ ആത്മഹത്യയിൽ ഇന്നലെ പറഞ്ഞത് എൻ്റെ പാർട്ടി മണ്ണു മാഫിയകൾക്ക് കീഴടങ്ങി കഴിഞ്ഞു. മണ്ണ് മാഫിയകളാണ് ഇന്ന് BJPയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് കടുത്ത സമ്മർദ്ദം, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു തലത്തിൽ സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ അതിനൊരു സമ്മർദ്ദം ഉണ്ടാവേണ്ട യാതൊരു സാഹചര്യവുമില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം മാഫിയകൾ ഏറ്റെടുക്കുന്ന സമയത്ത് ആ ആൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം വഹിക്കുന്നത് ഇന്ന് മാഫിയകളാണ് എന്ന് പറയുന്ന സമയത്ത് അയാളെ സമ്മർദ്ദത്തിലാക്കി ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തലത്തിൽ ഈ പാർട്ടി മാറിപ്പോയിരിക്കുന്നു. അങ്ങനെയൊരു RSSനെ അല്ലായിരുന്നു നമ്മൾ കേട്ടതും, അല്ലെങ്കിൽ അവർ പ്രചരണം നടത്തിയ ഒരു RSSും വ്യത്യസ്തമായിരുന്നു. ഒന്ന്, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടൊന്നും RSSന്റെ ചർച്ചകളൊന്നും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് മാഫിയ വൽക്കരണം ആ സംഘടനയ്ക്കകത്ത് നടന്നു കഴിഞ്ഞു. അതിന് പറയുന്ന ന്യായീകരണം, അയാൾ ഒരു കാലത്തും BJPക്കാരനായിരുന്നില്ല, അദ്ദേഹത്തിന് അയാൾക്ക് BJPയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അയാളെ ഞങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിച്ചിട്ട് പോലുമില്ല എന്ന ലാഘവമായ മറുപടിയാണ് പറയുന്നത്. മറുഭാഗത്ത് അയാളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളും അദ്ദേഹത്തിന്റെ ചരിത്രവും പറയുന്നത് ദീർഘകാലമായി MG കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ മുതൽ നാട്ടിലെ RSS പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളായിരുന്നു എന്നാണ്. BJP എന്തുകൊണ്ടാണ് ലാഘവത്തോടുകൂടി ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാത്തത്? ഞാൻ എൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വിട്ടു. അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അറിയാം നമുക്കതിൻ്റെ ലാഘവം. അത് ഒരു BJPക്ക് അകത്തുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണോ എന്ന് പോലും സംശയമുണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും BJPയുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യം, ഒന്ന് BJP അല്ലെങ്കിൽ RSS ഇന്ന് അകപ്പെട്ടിരിക്കുന്ന മാഫിയ വൽക്കരണം, രണ്ടാമത്തത് ഇതിനകത്ത് തന്നെ ഒരു സംഘടനയ്ക്കകത്ത് രക്ഷയില്ലാത്ത, അവരാണ് നാട് രക്ഷിക്കാൻ പോകുന്നത്, സംഘടനയുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് പോലും ജീവന് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തലത്തിലേക്ക് ഈ പാർട്ടി മാറിപ്പോയിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ വലിയ മാർച്ചും ബഹളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല. തിരുമല അനിലിന്റെ മരണത്തിന് ശേഷവും BJPക്കാർ ഒരക്ഷരം മിണ്ടിയതായിട്ട് അറിയില്ല. ഇന്നൊരാൾ ഒരല്പം കൂടി കടത്തിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആത്മഹത്യ ചെയ്ത ആനന്ദ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശവശരീരം ഒരു RSSകാരനെയും ഒരു BJPക്കാരനെയും കാണിക്കാൻ പോലും പാടില്ല, കാണിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാനമായിട്ട് തന്നെയാണ് അന്നത്തെ ആലോചിക്കേണ്ടത് എവിടെ എത്തി നിൽക്കുന്നു. BJPയിലും RSSലും എന്തോ മാഫിയാവൽക്കരണം പുതുതായി ആരംഭിക്കുന്നു എന്നാണ്. അങ്ങനെ മാഫിയാവൽക്കരണം വരുന്നുണ്ടെങ്കിൽ ഈ മാഫിയകൾ ഒരിക്കലും ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ. പോലീസിന്റെ പിന്തുണ ഉറപ്പായിട്ടും അവർക്കുണ്ടാവണം മാഫിയ ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുവരെ RSSൽ ഇല്ലാത്തൊരു മാഫിയാവൽക്കരണം, BJP ഇല്ലാത്ത മാഫിയാവൽക്കരണം ഇപ്പോൾ ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? അല്ല, അത് കുറച്ചു കാലമായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനകത്തുണ്ടായ ഒരു മാറ്റം. അവിടെ BJPയും CPM തമ്മിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു.
ആ കാലം കഴിഞ്ഞൊരു 5-10 വർഷമായി നമ്മുടെ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നീട് അവർക്ക് എതിരാളികളില്ല. സ്വാഭാവികമായി ഇപ്പോൾ അവരുടെ കണ്ണൂർ ജില്ലയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാം, നേരത്തെ രാഷ്ട്രീയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ആളുകളും ഇന്ന് ഒന്നുകിൽ കൊട്ടേഷൻ, ഒന്നുകിൽ സ്വർണം പൊട്ടിക്കൽ, അല്ലെങ്കിൽ ബാറുകളുടെ കൊട്ടേഷൻ, അങ്ങനെ തുടങ്ങി കൈകോർത്ത് പിടിച്ചുകൊണ്ട് അവർ മറ്റ് ക്രിമിനൽ മേഖലകളിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ആളുകൾ ഈ മാഫിയകളെ ഒറ്റയടിക്ക് അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തെ മണ്ണ് മാഫിയയാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോൾ മണ്ണ് മാഫിയയ്ക്ക് ഇപ്പം മണ്ണ് വയൽ നികത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനോ അനധികൃതമായി മണ്ണെടുക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. സംരക്ഷണം കൊടുക്കേണ്ടത്, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് പോലീസാണ്. ഇവരൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് ഈ ഭരണത്തിനകത്ത് സ്വാധീനമുണ്ട്. അത് പല വഴിക്ക് നമ്മൾക്ക് നേരത്തെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് തിരുവനന്തപുരത്തെ പോലെ തലസ്ഥാന ജില്ലയ്ക്കകത്ത് മാഫിയകൾക്ക് പ്രവർത്തിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭരണത്തിന്റെ അകത്തേക്ക് ഇവർ കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് സുവ്യക്തമാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾക്കറിയാം വളരെ എണ്ണത്തിൽ കുറവുള്ള കേരളത്തിൽ ഭരണമില്ലാത്ത, MLA ഇല്ലാത്ത, ഒരു മറ്റേതെങ്കിലും രീതിയിൽ ഭരണബന്ധമില്ലാത്ത ഒരു പാർട്ടിക്കകത്ത് ഇതുപോലെ മാഫിയവൽക്കരണം ഉണ്ടായിട്ടുണ്ട് എന്ന് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്ന സമയത്താണ് നമുക്ക് വാർത്ത കണ്ടത്. ഇന്നത്തെ ഒരു പത്രത്തിലെ വാർത്ത നമുക്കൊക്കെ അത്ഭുതപ്പെടുന്നു. ഒരു ഭാഗത്തുള്ള വാർത്ത, പീഡനം, BJP നേതാവിന് ജീവിതാന്ത്യം വരെ തടവ്. തൊട്ടടുത്ത വാർത്ത, RSS നേതാവ് ആത്മഹത്യ ചെയ്തു. ഒരേ പേജിനകത്ത് ഒരു പീഡന കേസിനകത്ത്, ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിനകത്ത് BJP നേതാവ് പ്രതിയാവുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, പണ്ട് ശരിയോ തെറ്റോ എന്നറിയില്ല, RSSനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്ന കാര്യം. അവർ ജീവിതം RSSന് വേണ്ടി മാറ്റിവെച്ചു. വിവാഹം പോലും കഴിക്കാത്ത സ്വയം സേവകരായിക്കൊണ്ട് ഇതിന് സമർപ്പിച്ച് ഫുൾ ടൈമേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വർഷങ്ങളോളം മറ്റു പ്രദേശങ്ങളിൽ പോയി സംഘമുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുമുണ്ട്. അവര് പലപ്പോഴും അവർ ജീവിതത്തിൽ മറ്റ് ബന്ധങ്ങളിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് ഈ സംഘപ്രവർത്തനം മാത്രമായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇന്ന് ഇങ്ങനെ മാഫിയ വൽക്കരണത്തിലേക്കും അതിനകത്ത് പീഡനത്തിലേക്കും, ഒരു നൂറുകണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ എടുത്ത് വളരെ വിരലെണ്ണാവുന്ന സഹകരണ സ്ഥാപനങ്ങൾ മാത്രമാണ് BJPയുടെ നേതൃത്വത്തിലുള്ളത്. അങ്ങനെ ഒരു അല്പം പൈസ അവരുടെ കയ്യിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു അല്പം അധികാരം വരുമ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ സങ്കല്പിച്ചു നോക്കുക എന്തായിരിക്കും BJPയുടെ മറ്റു തലത്തിലുള്ള അവസ്ഥ. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ തന്നെ, അതായത് ഈ ക്രിമിനൽ മാഫിയ വൽക്കരണത്തിന്റെ അവകാശം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് BJPയുമാണ്. ഈ പുതുതായി സംഭവിക്കുന്ന എന്തോ ഒരു മൂല്യച്യുതി, പുതുതായി സംഭവിക്കുന്ന എന്തോ ഒരു മാഫിയവൽക്കരണം, അതിന്റെ ഫലമാണോ ഈ തുടർച്ചയായ ആത്മഹത്യകൾ? ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റായി മാറിയിരിക്കുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്തവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കുറ്റവാളിയായ അധ്യാപകന്റെ കുടുംബം ആത്മഹത്യ ചെയ്യും, അദ്ദേഹത്തെ ശിക്ഷിച്ചാൽ എന്നൊക്കെയാണ് കോടതിയിൽ പ്രതിഭാഗ അഭിഭാഷകൻ വാദിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്നാണ് രാഹുൽ കരുതുന്നത്? ഞാൻ കൃത്യം കണക്കുകൾ വെച്ച് പറയാം. ആ കണക്കുകൾ രാഹുൽ ഈശ്വറിന്റെ കണക്കുകളല്ല. ആ കണക്കുകൾ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ താഴെയുള്ള കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ, ശ്രീ M. ഷാജർ നയിക്കുന്ന കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ 2023-24 സ്റ്റഡി എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇന്റർനെറ്റിൽ ആർക്ക് നോക്കിയാലും അവൈലബിൾ ആണ്. പേജ് നമ്പർ 30, കേരള സംസ്ഥാന യുവജന കമ്മീഷൻ, LDFന്റെ CPMന്റെ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മീഷൻ, അതിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഷാജർ നയിക്കുന്ന LDFന്റെ സഖാവായ CPMന്റെ മെമ്പർ അല്ലെങ്കിൽ അവരുടെ കമ്മീഷൻ സ്റ്റഡി പേജ് നമ്പർ 30 ചൂണ്ടിക്കാണിക്കുന്നു 80% ആത്മഹത്യകൾ നടക്കുന്നത് ഹിന്ദു സമൂഹത്തിലാണ്. കേരളത്തിലുള്ള ആത്മഹത്യകളിൽ 80% ഒരു കണക്കും, വേറെ സ്ഥലത്ത് 81%, അതായത് 80% ആത്മഹത്യകൾ ഹിന്ദു സമൂഹത്തിലാണ് നടക്കുന്നത്. 9.9 മുസ്ലിം സമൂഹത്തിലും 10.3 ക്രിസ്തീയ സമൂഹത്തിലുമാണ് നടക്കുന്നത്. ഓർക്കുക, ഈ കണക്കുകൾ ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്. ഇതിന്റെ കാരണം അത് മതപരമോ മാഫിയാവൽക്കരണമോ RSSോ അല്ല, ഹിന്ദു സമൂഹത്തിന് വേണ്ട രീതിയിൽ ഒരു ആത്മീയ പഠനത്തിന്റെ കുറവും മറ്റും ഉണ്ട്. അപ്പൊ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോഴും, BJPയിലേക്കോ കോൺഗ്രസിലേക്കോ CPMലേക്കോ വരുമ്പോൾ എന്താണ് പഠിപ്പിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ?
പലപ്പോഴും പൊളിറ്റിക്സ് ആണ്. നമ്മൾ എന്തിനാ അല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? 100% പൊളിറ്റിക്സ് ആണ്. എന്നാൽ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അഥവാ ആത്മീയ പഠനമോ അല്ലെങ്കിൽ ജീവിതോന്മുഖമായ ഒരു പഠനമോ ഹിന്ദു സമൂഹത്തിന് കിട്ടുന്നില്ല. ഒരു വരി കൂടെ പറയാം, കൃത്യമായ കണക്കുകൾ പറയാം. 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ കുട്ടിക്ക്, മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നു. രാഹുലിന് എന്തോ കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. രാഹുൽ കേൾക്കാമെങ്കിൽ ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. അതായത് 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. പകരം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പരമാവധി കിട്ടുന്നത് 50-100 മണിക്കൂർ മാത്രമാണ്. ഇതുകൊണ്ട് സാമൂഹിക ആത്മീയ ബോധം ഉണ്ടാകുന്നില്ല. ഈ വ്യക്തിയുടെ തന്നെ, മരിച്ച ആനന്ദിന് എല്ലാ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ നോക്കൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഐഡന്റിറ്റിയായി അദ്ദേഹം കാണുന്ന പാർട്ടി പ്രവർത്തനമാണ്. അങ്ങനെ ആവരുത്. പാർട്ടി പ്രവർത്തനത്തിനോ ബാക്കി എന്ത് പ്രവർത്തനത്തിനോ അപ്പുറമാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യവും തിരിച്ചറിവും വേണം. എത്ര മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ഇതേപോലെ സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യും? അല്ലെങ്കിൽ എത്ര ക്രിസ്ത്യൻ സമൂഹത്തിലെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും? അപ്പോൾ പലപ്പോഴും ഹിന്ദു സമൂഹത്തിന് പറ്റുന്ന ഒരു ആത്മീയ പഠനത്തിന്റെ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി അതിനെ ചേർത്ത് BJP-കാരുടെ മാഫിയവൽക്കരണമാണെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു സ്പിരിച്വൽ ക്രൈസിസ് ആണ്. അതിന് ഞാൻ ഉപോത്ബലകമാക്കുന്നത് ഡോക്ടർ സിബി മാത്യൂസിന്റെ പഠനം, DC ബുക്സ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് തീസീസ്, കേരള യുവജന കമ്മീഷന്റെ പഠനം. രണ്ടും ഹിന്ദുക്കളല്ല, ഒരാളൊരു മുസ്ലിമും ഒരാളൊരു ക്രിസ്ത്യാനിയാണ്. കേരള ഗവൺമെന്റിന്റെ LDF CPM ഗവൺമെന്റിന്റെ പഠനമാണ്. രാഹുൽ പറഞ്ഞു വരുന്നത് ഈ ആത്മീയതയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ആത്മഹത്യകളുടെ എണ്ണം അത് RSSലും BJPയിലും പ്രതിഫലിക്കുന്നു, അല്ലാണ്ട് അവിടുത്തെ പ്രശ്നമൊന്നും അല്ല. അതായത് അനന്തു അജി എന്ന് പറയുന്നയാൾ പറയുന്നു, എന്നെ ശാഖയിൽ പീഡിപ്പിച്ചു, അതുകൊണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്തത്. അനന്തു അജിയുടെ ആത്മീയതയുടെ കുറവാണ്. ഈ പറയുന്ന ആനന്ദ് കെ തമ്പി പറയുന്നു, ഈ പാർട്ടി മാഫിയയുടെ കീഴിലാണ്, അതുകൊണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്തത്. ഇന്ന് ആത്മഹത്യ ശ്രമം നടത്തിയ യുവതി പറയുന്നു, എന്നെ അപമാനിച്ചു RSSകാരും BJPക്കാരും, എന്നെ പറ്റി വ്യക്തിവൈരാഗ്യം കൊണ്ട് എന്നെ പറ്റി ഇല്ലാക്കഥ പറഞ്ഞു, അതുകൊണ്ടല്ല അവർ ഹോമോസെക്ഷൽ ആരോപണം ഉന്നയിച്ച കാര്യം ഞാൻ കാര്യമായി പഠിച്ചു. എനിക്ക് RSSന്റെ ഹിന്ദുത്വത്തോട് വിയോജിപ്പാണ്, അവരുടെ ഇസ്ലാമോഫോബിയോട് വിയോജിപ്പാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഭവം എടുത്തു വെച്ച് അവരെ മുഴുവൻ കരിവാരത്തേക്കുന്നത്. ഇത് ഇരകൾ തന്നെ പറഞ്ഞതാണ് രാഹുൽ ഈശ്വർ. ആനന്ദു കെ അജി പറയുന്നു, ഞാൻ ശാഖയിൽ ചെറുപ്പകാലം മുതലേ പീഡനമേൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ടെസ്റ്റ് മണി നമ്മൾ നിരസിക്കണമോ? ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ തിരുമല അനിൽ കത്തെഴുതി വെച്ചത് നമ്മൾ ഇല്ല എന്ന് പറയണമോ? അങ്ങനൊന്നും പറയരുത്. ഞാൻ RSS ശാഖയിൽ പോയിട്ടില്ല. എനിക്ക് RSSകാരെ ബഹുമാനമാണ്, അവരുടെ മുസ്ലിം വിരോധത്തോട് വിയോജിപ്പാണ്. പക്ഷേ എന്ന് പറഞ്ഞ് എല്ലാ ശാഖയിലും അങ്ങനെ നടക്കുന്നു എന്നുള്ള പ്രതീതിയൊന്നും നമ്മൾ ജനിപ്പിക്കരുത്. അങ്ങനെയല്ല. സീരിയസ് ആയിട്ട് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടികളായ കോൺഗ്രസിലും CPMലും BJPയിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് കണക്കിന്റെ ബേസിൽ പറയുന്നത്. നമുക്ക് അനക്ഡോട്ടൽ എവിഡൻസ് വെച്ച് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊരു ക്രൈസിസ് ആണ്, അത് സോൾവ് ചെയ്യേണ്ട വിഷയമാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ അനാലിസിസിൽ മുൻകൈ എടുക്കണം. അല്ലാതെ അത് വെച്ച് രാഷ്ട്രീയമായി ഉപയോഗിച്ച് RSSകാരെ കരിവാരി തേച്ചിട്ട് അർത്ഥമില്ല. അത് രാഷ്ട്രീയമായി രാഹുൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യം നോക്കൂ. അനന്തു കെ അജി ആത്മഹത്യ ചെയ്തിട്ട് എത്ര ദിവസമായി? അയാൾ ഒരാളെ പറ്റി പേര് പറഞ്ഞു, അയാൾ കാരണമാണ് ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു. പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നീതി കിട്ടുന്നില്ല അവിടെ. ഇവിടെ തിരുമല അനിൽ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ഉത്തരവാദിത്തമുള്ള സഹകരണ സംഘത്തിൽ നിന്ന് നമ്മുടെ ആൾക്കാർ അടക്കം വായ്പ കൊണ്ടുപോയിട്ട് തിരിച്ചടച്ചിട്ടില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇവിടെ രാഹുൽ പറയുകയാണ് അതൊക്കെ ആത്മീയത കുറവുണ്ടാകും. ഒരു പക്ഷേ അതൊരു കാരണമായേക്കാം. പക്ഷേ ഇവിടെ നീതി എന്നൊരു സങ്കല്പമില്ലേ? അയ്യോ, നീതി വേണ്ടെന്ന് ആരും പറയുന്നില്ല. തീർച്ചയായിട്ടും തിരുമലന്റെ കാര്യത്തിൽ സാമ്പത്തികമായ പ്രശ്നവും അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ ചതിച്ചു എന്ന വികാരവുമാണ്. മറ്റൊരാൾക്ക് ഏറ്റത് പീഡനമാണ്. ആ പീഡനം 100% സത്യമായിരിക്കും. അതിനെ സാമാന്യവൽക്കരിക്കണ്ട, ജനറലൈസ് ചെയ്യണ്ട. അല്ല, ആരും ജനറലൈസ് ചെയ്തത്? ഞാൻ ജനറലൈസ് ചെയ്തല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇതൊരു പാറ്റേൺ ഉണ്ട്. നോക്കൂ, ഇതൊരു CPM എന്നൊരു പാർട്ടിയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും ബഹളം? കോൺഗ്രസിൽ സംഭവിച്ച എന്തായിരിക്കും ബഹളം? അപ്പൊ ഇവിടെ എല്ലാവരും മൗനമാണ്, സൈലൻസ് ആണ്. രാഹുൽ ഈശ്വറിന് പോലും മൗനമാണ്. അത് എല്ലാ പാർട്ടികളിലും ഇതില്ലേ? അതുകൊണ്ടാണ് അതൊരു സമുദായത്തിന്റെ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ എല്ലാ പാർട്ടികളിലും. ഈ വർഷത്തെ കണക്ക് നോക്കൂ രാഹുൽ ഈശ്വർ. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് സംഭവിച്ച മൂന്ന് കാര്യങ്ങളാണ് ഈ പറയുന്നത്.
അല്ല, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കേണ്ട. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞ പോലെ അവർ അഡ്രസ് ചെയ്യട്ടെ. പക്ഷെ പാർട്ടിപരമല്ല, അതിലും ആഴമേറി സാമുദായികപരമായി എങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഔദ്യോഗിക കണക്കുകൾ കൂടിയാണ് ഞാൻ പ്രസന്റ് ചെയ്തത്. ഞാൻ പറയുന്നത് കൈന്നിട്ടല്ല, ഒഫീഷ്യൽ എവിഡൻസ്, ഡോക്യുമെന്ററി ഡേറ്റ, എംപിരിക്കൽ എവിഡൻസ് ആണ് ഞാൻ പ്രസന്റ് ചെയ്തത്. അത് മറക്കരുത്. ആ എവിഡൻസ് പരിഗണിക്കേണ്ടത് BJP RSS ആണ്. കാരണം കേരളത്തിൽ ആ കമ്മ്യൂണിറ്റിയുടെ 40% വോട്ട് നേടുന്ന ഒരു പാർട്ടിയാണ് BJP കേരളത്തിൽ. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? 100%. മാത്രമല്ല, അതിനെക്കുറിച്ച് ഹിന്ദുക്കൾ പലപ്പോഴും പഠിക്കുന്നില്ല. ഏറ്റവും നല്ല പഠനം നടത്തിയത് ക്രിസ്ത്യാനിയായ ഡോക്ടർ സിബി മാത്യൂസ്, നമ്മുടെ DGP ആയിരുന്ന, വിവരാവകാശ കമ്മീഷണറായിരുന്ന അദ്ദേഹം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് നടത്തിയ പഠനം DC ബുക്സ് മലയാളി ഇങ്ങനെ മരിക്കണമോ എന്ന പുസ്തകമാക്കിയിട്ടുണ്ട്. 2, കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ പഠനം. ഇത്തരം പഠനങ്ങൾ ഈ ഇസ്ലാമോഫോബിയ ഉപേക്ഷിച്ച് RSSും BJPക്കാരും ഏറ്റെടുത്താൽ അവരും നന്നാവും, കുറച്ചെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കളും നന്നാവും. ശരി, ശ്രീ റെനി ഐലിൻ, ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു സവിശേഷതയായി കാണണമോ? കാരണം തിരുവനന്തപുരത്താണ് ഇപ്പോൾ സംഭവങ്ങൾ കൂടുതലുള്ളത്. അപ്പോൾ പാലത്തായിൽ മറ്റൊരു കേസുണ്ട്. പാലത്തായിലെ കേസിൽ ആത്മഹത്യാ ഭീഷണിയാണ്. ഒരു പ്രതിയെ ശിക്ഷിച്ചാൽ കുടുംബം ആത്മഹത്യ ചെയ്യുമെന്ന് കോടതിയിൽ പോയി പറയുന്നു പ്രതിഭാഗം അഭിഭാഷകൻ. ഇതൊരു ടെംപ്ലേറ്റ് ആണോ? അജിംസ്, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഘടനയിലെ പ്രവർത്തകർ തുടർച്ചയായി ആത്മഹത്യ ചെയ്യുന്നു, വേറൊരു ആളുടെ കുടുംബം ആത്മഹത്യ ചെയ്യും എന്ന് ഒരു വക്കീല് കോടതിയിൽ പരസ്യമായിട്ട് പറയുന്നു. പിന്നെ ഇന്ന് നോക്കിയപ്പോൾ ഒരു പ്രവർത്തക ആത്മഹത്യാ ശ്രമം നടത്തി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ RSS എന്ന് പറയുന്ന ഹിന്ദുത്വ ഫാഷിസ്റ്റ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നത് വെറുപ്പും ഭീതിയും ഒക്കെയാണ്. ഞാൻ ഒരു വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക. 24 മണിക്കൂർ ഈ എഴുന്നേറ്റിരുന്ന് വെറുപ്പും ഭീതിയും പ്രചരിപ്പിക്കുന്ന ഒരാൾക്ക് ജീവിതത്തോട് എന്ത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ ജീവിതം മുന്നോട്ട് പോകണമെന്ന് എന്ത് താല്പര്യമാണ് ഉണ്ടാകുന്നത്? ഇതേ ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഹിറ്റ്ലർ എന്താ ചെയ്തത്? അവസാനം ആത്മഹത്യയിലേക്ക് അദ്ദേഹം പോയത്. എനിക്കിന്ന് ശ്രീ ഗോപാലകൃഷ്ണന്റെ ഒരു പത്രസമ്മേളനത്തിലെ ഒരു വരി കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ, മനുഷ്യർ ഇങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരാള്, അങ്ങനെ ഉള്ള ഒരു മനസ്ഥിതി വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിതായിരുന്നു, അയാൾ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നുകൊണ്ട് അത് ചെയ്തതാണെന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ RSSകാരെ പ്രതികളായിട്ട് വരുന്ന കേസ് പിടിക്കുമ്പോൾ ഉടനെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രതി മാനസിക രോഗി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതേ ചാനലിൽ തന്നെ ഇതുമായിട്ട് സംബന്ധിച്ചൊരു വിഷയത്തിൽ ഞാൻ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ പിന്നെ RSSകാരനാകുമ്പോൾ തന്നെ അയാള് മാനസിക വിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ രോഗിയായ ഒരു മനുഷ്യനായി മാറുകയാണ്. കാരണം ഈ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മിഷനറിമാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സുവിശേഷ പ്രവർത്തകരെയോ അങ്ങനെ ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ആളുകൾ തന്നെ പറയുകയാണ് സംഘം കാവലുണ്ട്, അവരുടെ പ്രവർത്തകർക്ക് സംഘം കാവലുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ കാവലുണ്ടെന്ന് പറയുന്ന അതേ ആളുകൾ തന്നെ ഇങ്ങനെ സ്വയം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പൊ ഈ രാഹുൽ ഈശ്വർ തന്നെ പല ചാനലുകളിൽ വന്നിരുന്നിട്ട് മനഃശാന്തി, ഏകാഗ്രത, തപസ്, ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് തവണ ഞാൻ കേട്ട ഒരാളാണ്. ഇതിന്റെയൊക്കെ ഒരു ഹോൾസെയിൽ ഡീലർമാരാണ് ഈ RSSകാര്. എന്നിട്ട് ഇവര് തന്നെ, ഇവരുടെ ഈ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന് അവര് പറയുന്നത് അതൊരു മാനസിക വിഭ്രാന്തിയിൽ നിന്നുണ്ടായതാണെന്ന്. അപ്പൊ എന്താണ് ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ? ഇതിനകത്ത് എന്താ നടക്കുന്നത്? തിരുമലയില് തൃക്കണ്ണാപുരത്ത് മണ്ഡൽക്കാരി ആത്മീയത, തപസ്, ധ്യാനം ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ RSS ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആരെയും. എന്റെ ചങ്ങാതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ യോഗ കൊണ്ട് ഉള്ള ഉപയോഗങ്ങളെ കുറിച്ച്, അതിന്റെ പിന്നെ എന്താ പറയുക, ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ യോഗാ ദിനത്തിനും അല്ലാതെയൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? അതിവിടെ ചെയ്യുന്നില്ലേ? ഇപ്പൊ ഈ പറഞ്ഞ തിരുവനന്തപുരത്താണ് ഈ ആത്മഹത്യകൾ നടന്നത്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. ഈ തിരുവനന്തപുരത്ത് തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, RSSുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പിന്നെ എന്താ പറയുക ആശ്രമമാണ് നമ്മുടെ ചെങ്കോട്ടുകുളത്തെ ആശ്രമം.
അപ്പൊ ഇവർക്കൊരു ഉത്തരവാദിത്വമില്ല. ഇവരുടെ പ്രവർത്തകരുടെ ഈ മനസ്സും അടുക്കുമ്പോൾ അല്ലെങ്കിൽ നിരാശയിലോട്ട് പോകുന്നു. എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ എടുത്തു ചോദിച്ചാൽ 2002 ഗുജറാത്ത് വംശഹത്യയിൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ബലാത്സംഗം ചെയ്തു, ഞങ്ങൾ കൊന്നു, ഞങ്ങൾ ആ ബലാത്സംഗം ചെയ്ത രീതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴുക്കുകയാണ്. എത്രയോ ആളുകളെ പരസ്യമായിട്ട് ചുട്ടുകൊന്നിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. കൊല്ലുന്നത് റെക്കോർഡ് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഘോഷയാത്രകളുടെ ടാബ്ലോകൾ ഇതിന്റെ നിശ്ചല ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നു. എന്റെ അജിംസ്, എന്ത് മനസ്സാണ് ഇങ്ങനെയുള്ള മനുഷ്യർക്കുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്ത് വൈകൃതം ബാധിച്ച മനസ്സുകള്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിലെ ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ഒരു എന്താ പറഞ്ഞ ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇത് കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നതാണ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അവർക്ക് ആ പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് അത് എന്തു തന്നെ ആയിക്കോട്ടെ, ആ പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനമോ ഫാഷിസ്റ്റ് പ്രസ്ഥാനമോ എന്തു തന്നെ ആയിക്കോട്ടെ, ഒരു മനുഷ്യന്റെ മുമ്പിൽ കാണിക്കാനെങ്കിലും ഒരു ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണ്ടേ? അതൊന്നുമില്ലല്ലോ. അതുകൊണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു തികഞ്ഞ ഫാഷിസ്റ്റ് പ്രസ്ഥാനത്തിനും മനുഷ്യ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറാനോ അവരുടെ അണികളെ നോക്കാനോ കഴിയില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം എല്ലാമായി കരുതിയ പ്രസ്ഥാനം അദ്ദേഹത്തെ കൈവിട്ടു എന്ന്. അയാൾ തന്നെ MG കോളേജിൽ, തിരുവനന്തപുരത്തെ MG കോളേജിന്റെ ചരിത്രം ഞാനിവിടെ വിവരിക്കുന്നില്ല. അത് അജിംസിനും ഈ ഇരിക്കുന്ന മറ്റുള്ള പാനലിരിക്കുന്ന രണ്ടുപേർക്കും അറിയാവുന്നതാണ്. അവിടെ മുതൽ അദ്ദേഹത്തിന്റെ പിന്നെ സംഘടനയെ പ്രവർത്തിച്ച് സ്നേഹിച്ചു വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയുന്ന ഇത്രയും കാലത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്താണ്? ആ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ ആകെ തുകയാണോ അദ്ദേഹത്തിന്റെ മരണം, ആ സ്വയം ഹത്യ? ഒന്ന് ചിന്തിക്കൂ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഇത് വെറുപ്പും ഭീതിയും മറ്റുള്ള മനുഷ്യരിലേക്കും രാജ്യത്തും പടർത്തിവിടുന്ന ഒരു പ്രസ്ഥാനത്തിന് സംഭവിക്കാവുന്ന ദുരന്തമാണിത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഹിറ്റ്ലറിന്റെ മരണം, അദ്ദേഹത്തിന്റെ ആത്മഹത്യ. അത് കേരളത്തിൽ ശരിയാണ്, കേരളത്തിൽ ആത്മഹത്യ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് എന്താ പറയാ സമുദായം തിരിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ എന്താ പറയുന്നത്, ഇവിടെ പിന്നെ ക്ഷേത്രങ്ങൾ തോറും ഒരുപാട് പരിപാടികൾ നടക്കുന്നില്ലേ? ഇവിടെ എന്താ ഹിന്ദു ഐക്യവേദിയുടെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവരെത്രയോ പരിപാടികൾ നടത്തുന്നുണ്ട്. എന്നിട്ടെന്തും സാധാരണ മനുഷ്യനല്ല, ഈ സ്വന്തം പ്രവർത്തകരെ ആത്മഹത്യയിലേക്ക് പോകുമ്പോ അതിനെ വെറുതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മാനസിക വിഭ്രാന്തിയാണ്, അല്ലെങ്കിൽ പിന്നെ അവരുടെ നിരാശ എന്തുണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് തടി തപ്പാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി റെനി, ഞാൻ വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിനിടെ 3 പേരാണ് ആത്മഹത്യ ചെയ്തത്. BJP RSS പ്രവർത്തകരാണ് അവരെല്ലാം അവരെന്തിനാ ആത്മഹത്യ ചെയ്യുന്നു എന്ന കാരണം പറഞ്ഞിട്ടാണ് ആത്മഹത്യ. ഇന്നൊരു യുവതി ആത്മഹത്യാ ശ്രമം നടത്തിയതും അതിനുള്ള കാരണം RSS BJP പ്രവർത്തകർ തനിക്കെതിരെ വേണ്ടാതിനം പറഞ്ഞ് നടക്കുന്നു എന്നുള്ളതാണ്. അവർ മനനൊന്നാണ് അത് ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പോൾ അനന്തു അജിയുടെ കാര്യം എടുക്കുക. അനന്തു അജി താൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു, അതിനാരാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ആ യുവാവിന് ഇനിയും നീതി കിട്ടിയിട്ടില്ല. അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല, അയാൾ ഇപ്പോഴും ഒളിവിലാണ്. ആ കേസ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ ഇതൊരു ഒരു ഫിനോമിനോണായിട്ട് സർക്കാരിനും ഭരണകൂടത്തിനും CPM-നും തോന്നുന്നില്ലേ? തുടർച്ചയായി ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ എന്തോ സംതിങ് റോങ് എന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. KT കുഞ്ഞിക്കണ്ണൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഈ 3 കേസുകളിലും, ഈ ആനന്ദിന്റെ കേസിലാണെങ്കിലും തിരുമല അനിലിന്റെ കേസിലാണെങ്കിലും അനന്തു അജിയുടെ കേസിലാണെങ്കിലും അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിട്ടില്ല. അവരെല്ലാം ആ ആത്മഹത്യ കാരണം പറയുന്നു. മറ്റെന്തെങ്കിലും കേസിലാണെങ്കിൽ ഇപ്പോൾ ആത്മഹത്യ പറയണം. ഒരു ഉദാഹരണം, നിങ്ങളുടെ ഒരു DCC പ്രസിഡന്റും മകനും ആത്മഹത്യ ചെയ്തല്ലോ, അതിലൊരു MLA-യും ഒരു കോൺഗ്രസ് നേതാവും പ്രതിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രതിയേർക്കപ്പെടുന്നതായിട്ടും കാണുന്നില്ല, ആ ഒരു അറസ്റ്റ് നടക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അവിടെ ഒരു വളരെ കൃത്യമായ സംരക്ഷണ കവചം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ പാലത്തായി പീഡന കേസ് എടുത്തു കഴിഞ്ഞാൽ അറിയാം. യഥാർത്ഥത്തിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അതിലെ പ്രതിയായ, ഇന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെട്ട RSS നേതാവിലേക്ക് എത്തിയത്? എത്ര കാലം കഴിഞ്ഞിട്ടാണ്? നമ്മൾ പോലും അറിയാത്ത ഒരു സംരക്ഷണ കവചം ആ പ്രതിക്ക്
കിട്ടിയിരുന്നു. അതെങ്ങനെ കിട്ടിയിരുന്നുള്ള ശ്രീ KT ആണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും കിട്ടിയിരുന്നു. നമ്മളൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. നേരെ തിരിച്ച് ഇവിടെ തിരുമല അനിലിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് ചെയ്യുമ്പോൾ കോൺഗ്രസിൽ ഉണ്ടാവുന്ന കാലത്തും BJPയിൽ ഉണ്ടാവുന്ന കാലത്തുമുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, വലിയ പ്രതിഷേധങ്ങൾ. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നേരത്തെ അനിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് എത്രത്തോളം ഇതിൽ പ്രതിരോധിക്കുന്നു, പ്രതിഷേധിക്കുന്നു, അവരെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെയുണ്ട്. ആ ചോദ്യചിഹ്നത്തിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റാണ്, ഗവൺമെന്റുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. കാരണം ഇതിനെ ഇന്ന് തന്നെ ഈ സംഭവം ഉണ്ടായതിനെ എത്രത്തോളം നിസ്സാരവൽക്കരിക്കപ്പെട്ടു. ഒരു ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഭരണ ഭാഗത്തുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിനെ ഒരു സ്വാഭാവിക സംഭവത്തിനപ്പുറത്തേക്ക് കൊണ്ടു നടക്കാൻ അല്ലെ മാറ്റാൻ കഴിയുന്നില്ല. അതും അതിനേക്കാൾ ഭീകരമായി പീഡിപ്പിക്കപ്പെടും. ഇന്നത്തത് നമുക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത പ്രഷർ കൊണ്ട് എന്ന് പറയാം, അന്നത്തത് സാമ്പത്തിക അതിക്രമം എന്ന് പറയാം. അതിനൊക്കെ ഇടയിൽ BJP ശാഖയ്ക്കകത്ത് പീഡിപ്പിക്കപ്പെട്ട കഥകൾ പറഞ്ഞുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ പ്രതിയെ കാലം വരെ പിടിച്ചോ? ആ പ്രതിയെ പിടിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോയോ? അത് വിസ്മരിക്കപ്പെടും. ഇന്ന് ഈ ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യില്ലായിരുന്നു. അത് കൃത്യമായ സംരക്ഷണ കവചം അതിന് ഒരുക്കി കൊടുക്കാൻ, ആ ആത്മഹത്യ കാര്യത്തിന് ഒതുക്കി കൊടുക്കാൻ ഇന്നത്തെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. അവിടെയാണ് നേരത്തെ അജിംസ് ചോദിച്ച ചോദ്യം, ഇതിനകത്തേക്ക് ഈ മാഫിയ ബന്ധങ്ങൾക്ക് ഇതിനൊക്കെ സംരക്ഷണം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സർക്കാർ സംവിധാനം ഉണ്ടാവണ്ടേ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണിത്. ആരും ശിക്ഷിക്കപ്പെടുന്നില്ല, ആർക്കെതിരെയും കേസ് വരില്ല, ഞങ്ങൾ ഇതിനകത്ത് ആയിക്കഴിഞ്ഞാൽ എന്നൊരു ക്വസ്റ്റ്യൻ, എന്നൊരു കാര്യം അവരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭരിക്കുന്നത് പോലെ തന്നെയാണ് ഇതിനകത്ത് നിന്നാൽ എന്ന ഒരു സാഹചര്യം. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ആ ആത്മഹത്യ ചെയ്ത സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിച്ച നേരത്തെയുള്ള RSSന്റെ പ്രവർത്തകന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ മണ്ണ് മാഫിയക്കെതിരെ പറയും, മണ്ണ് മാഫിയാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അതിന് സംരക്ഷണം ഒരുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അല്ലേ? സർക്കാരിന് ഒരു ഒരു ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്ന മാഫിയകളാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്, എനിക്കതിനപ്പുറത്തേക്ക് ചിലത് തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടാക്കുന്നവരെ ഇല്ലാതാക്കാൻ, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഒരു ഭരണ സംവിധാനം എവിടെ വേണ്ടേ? അതിനല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഒരാൾക്ക് ജനാധിപത്യ ലോകത്ത് ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഒരവസ്ഥ ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം. എന്നാൽ ആ സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഷർ കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്, സമ്മർദ്ദം കൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തതെന്ന് ഒരു മുൻ RSSകാരൻ പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമ്മർദ്ദത്തിനോട് ചേർന്ന് നിൽക്കാനാണ് ഭരണ സംവിധാനം, ആഭ്യന്തര സംവിധാനം നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആത്മഹത്യ ചെയ്തവനും അവന്റെ കുടുംബത്തിനും പോയി ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു മെസ്സേജ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് തിരുത്തണം. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. ആത്മീയ പഠനം കൊണ്ടാണ് എന്നൊന്നും പറയുന്നതിലേക്കൊന്നും അതിൽ ഒരർത്ഥവും ഉണ്ട് എന്ന് തോന്നില്ല. ഈ അടുത്ത കാലത്താണ്, എത്രയോ കാലമായി ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ആളുകൾ അവരുടെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കകത്ത് ജീവിച്ച് മുത്തശ്ശിയിൽ നിന്നും മുത്തച്ഛനിൽ നിന്നും അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ഉപദേശ നിർദ്ദേശങ്ങളും അവരുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിലേക്ക് വന്നത്. അല്ലാതെ ആരെങ്കിലും ആധുനിക കാലത്തെ ആത്മീയവൽക്കരണത്തിന്റെ ഭാഗമാണെന്നും ദയവേത് പറഞ്ഞ് ഈ സമൂഹം എത്രയോ കാലമായി ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന് ഏതെങ്കിലും കണക്കിൽ ഇങ്ങനെ ഹിന്ദുക്കൾ ഇത്ര ആത്മഹത്യ ചെയ്യുന്നു, ക്രിസ്ത്യാനികൾ ഇത്ര ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു രാഷ്ട്രീയ എനിക്കതിൽ പ്രയാസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പൊതുപ്രവർത്തകരിൽ ആത്മഹത്യാ പ്രവണത കുറവായിരുന്നു. നമുക്ക് നേരത്തെ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സുകാരിൽ ആത്മഹത്യ ഉണ്ടായിരുന്നു, മറ്റെല്ലാ സമൂഹത്തിന്റെ ഭാഗങ്ങളിലും ആത്മഹത്യ ഉണ്ടായിരുന്നു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ നേരിട്ട് നിരന്തരമായി ഇടപെടുന്ന പൊതുപ്രവർത്തകർക്ക് ആത്മഹത്യാ പ്രവണത കുറവായിരുന്നു. കാരണം അവർ ജീവിതത്തിൽ മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ നിരന്തരമായി കാണുമ്പോൾ തന്റെ പ്രശ്നങ്ങളെ മാറ്റിവെക്കാനും തന്റെ പ്രശ്നങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ തന്റെ പ്രശ്നം ഒന്നുമല്ല എന്ന് തിരിച്ചറിയാനും അതിനേക്കാൾ വലിയ പ്രശ്നം സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അവന് ആത്മഹത്യയിലേക്ക് പോകേണ്ട സാഹചര്യമില്ലായിരുന്നു. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇന്ന് പൊതുപ്രവർത്തകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു പഠന വിധേയമാക്കേണ്ട കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, ജാതിക്കും മതത്തിനും അപ്പുറം. ശരി, ഞാൻ മടങ്ങി അതിഥിയിലേക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരികെ. ശ്രീ രാഹുൽ ഈശ്വർ, BJPയോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആനന്ദ് കെ തമ്പി ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നു. പക്ഷെ ആനന്ദ് പറയുന്നത് ഞാൻ ചെറുപ്പം മുതൽ തന്നെ RSSലും BJPയിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ആളാണെന്ന് പറയുന്നു. ഈ RSSനോട് ചോദ്യം ചോദിക്കാൻ ആർക്കും പറ്റില്ല. കാരണം RSSകാർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല. RSS പറയുകയാണ് ഈ പറയുന്ന ആരും RSSലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക രക്ഷയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ദുരൂഹമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആരോട് ചോദിക്കും, ആരോട് പറയും? രാഹുൽ കേൾക്കുന്നില്ല.
കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അതായത് 2 പോയിന്റുകൾ. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഇതിനെ പൊളിറ്റിക്കലി യൂസ് ചെയ്ത് RSSന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറയാൻ നല്ലൊരു അവസരമാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ വിഷയത്തെ സീരിയസ് ആയി മലയാളികളുടെ ഇടയിൽ നടക്കുന്ന അല്ല രാഹുൽ, RSSന്റെ കുഴപ്പത്തെ കുറിച്ചാണ് റെനി പറഞ്ഞത്. RSS ഒരു ഫാഷിസ്റ്റ് സംഘടനയാണ്. അതിൽ പ്രവർത്തിക്കുന്നവർക്ക് മാനസിക കാരണം RSS പ്രവർത്തിക്കുമ്പോൾ രാഹുൽ തന്നെ സമ്മതിക്കുന്ന പോലെ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കലാണ് അവർ. അത് ക്യാരി ചെയ്യുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ തളർന്നു വീഴും. അത്രയും വിഷം ഉള്ളിലേക്ക് കയറുകയാണ്. ഞാനൊരു ലഘുവായിട്ട് പറയാം. അദ്ദേഹം ചോദിച്ചല്ലോ ഈ ചെങ്കോട്ടോണം, ഞാൻ അടുത്താ താമസിക്കുന്നത്. ചെങ്കോട്ടോണം സ്വാമി അടക്കമുള്ള ആശ്രമങ്ങൾക്ക് വേറെ എന്താ ജോലി ഇന്ന്? വളരെ തിരക്കിലാണ് സാർ. വാവരല്ല വാബുരനാണെന്ന് കള്ളം പറയണം. നാട്ടിലില്ലാത്ത ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, തുപ്പൽ ജിഹാദ് ഉണ്ടെന്ന് പറയണം. നമ്മൾ ആകെ തിരക്കിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾക്കൊന്നും സമയമില്ല. ശരിക്കും ഹിന്ദുക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അഭിസംബോധന ചെയ്യാനോ ശരിക്കും ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനോ തിരക്കില്ല. കാരണം നമ്മൾ മുസ്ലിം വിരോധം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് അവരെ നമുക്ക് വിടാം. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു വന്നിട്ട് പോലും അവർ വാവരസ്വാമി നടയെ തൊഴുതിട്ടാണ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ ഇന്നും അത് അംഗീകരിക്കാത്ത ആൾക്കാരാണ് ചെങ്കോട്ടുകോണം ആശ്രമം അടക്കത്ത് ഉള്ള ആൾക്കാർ. അപ്പൊ അവരെ നന്നാക്കാൻ അയ്യപ്പൻ തന്നെ വിചാരിക്കട്ടെ. അത് രണ്ടാമത്തെ കാര്യം. ശരിക്കും ശ്രീ നിജേഷ് അരവിന്ദിനോടാണ് എനിക്ക് അതിന്റെ വിയോജിപ്പ്. കുഞ്ഞികൃഷ്ണൻ സാറും ഇതിന് മറുപടി പറയേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഈസി ആയിട്ട് ഞാൻ 2 റെഫറൻസ് വെച്ച് പറഞ്ഞ ഡോക്ടറേറ്റ് പഠനത്തെ അടക്കം മതേതരനാകാൻ വേണ്ടി ശ്രീ നിജേഷ് അരവിന്ദ് എത്ര ഈസി ആയിട്ട് തെള്ളിക്കളഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ DGP ഡോക്ടർ സിബി മാത്യൂസ്, അദ്ദേഹം ചുമ്മാ പ്രസംഗത്തിൽ പറയുന്നതല്ല, ഒരു ഡോക്ടറേറ്റ് പഠനം നടത്തി 80% ആത്മഹത്യകൾ ഈ 50-55% ഹിന്ദുക്കളിലാണെന്ന് കണ്ടെത്തുകയും അത് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണമാണെന്ന് ഒരു ഡോക്ടറേറ്റ് പഠനത്തിൽ കണ്ടെത്തുകയും അത് DC ബുക്സ് പോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായൊരു പ്രസാധകർ ഒരു പുസ്തക രൂപത്തിൽ ഇറക്കുകയും മലയാളി ഇങ്ങനെ മരിക്കുമെന്ന പുസ്തക രൂപത്തിൽ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ മെനക്കെട്ട് ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നുണ്ടോ? 2, നമ്മുടെ CPM ഗവൺമെന്റിന്റെ മതേതര CPM ഗവൺമെന്റിന്റെ ഒരു മുസ്ലിം സമൂഹത്തിലെ സഹോദരനായ ഷാജർ അധ്യക്ഷനായിരിക്കുന്ന യുവജന കമ്മീഷന്റെ സ്റ്റഡി റിപ്പോർട്ടിൽ ഗ്രാഫ് അടക്കം വരച്ച്, ഈ ഗ്രാഫ് കാണിക്കുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന ഗ്രാഫാണ്. ഈ ഗ്രാഫ് അടക്കം വെച്ച് അവരൊരു പഠന റിപ്പോർട്ട് പുറത്തുവിടുന്നു. ശ്രീ നിജേഷ് അരവിന്ദ് എത്ര എളുപ്പം പറയുന്നു, അതിലൊന്നും വലിയ കാര്യമില്ലാന്ന്. ഈ കാര്യമില്ലാത്തതാണ് ഹിന്ദു സമൂഹത്തിന്റെ പ്രശ്നം, കോൺഗ്രസിന്റെയും പ്രശ്നം. യഥാർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആ ഘടനാപരമായ പ്രശ്നങ്ങളുടെ കാരണം വേണ്ട രീതിയിലുള്ള ഒരു ബേസ് ഇല്ല, ഫൗണ്ടേഷൻ ഇല്ല, സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ല. ഇനി വേറെ ഏതെങ്കിലും ഭംഗിയുള്ള വാക്കി പറയണമെങ്കിൽ അത് പറയാം. ഈ വിഷയം RSS അടക്കമുള്ള എല്ലാ സംഘടനകൾക്കും ഉണ്ട്. പക്ഷേ RSS യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ മുസ്ലിം വിരോധം മാറ്റിവെച്ച് ഇതേപോലെ സീരിയസ് ആയ വിഷയങ്ങൾ. ഇനി 2, ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ നടക്കുന്നത് ക്രമാതീതമായി ഹിന്ദു സമൂഹത്തിലാണ്. ഏറ്റവും കൂടുതൽ സമാനമായ പല തകർച്ചകൾ, ഉദാഹരണം ഏറ്റവും കൂടുതൽ പ്രായമായവരുടെ പ്രശ്നങ്ങൾ നടക്കുന്ന ഹിന്ദു സമൂഹത്തിലാണ്. നട തള്ളുന്നത് ഒരുപക്ഷെ അജിംസ് കേട്ട് കാണും, അത് ഹിന്ദു സമൂഹത്തിലാണ്. അജിംസ് ഏതെങ്കിലും മുസ്ലിം വീടുകളിൽ ഉമ്മയും ബാപ്പയും പള്ളി തള്ളി എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയിലാണ് ഈ നട തള്ളുക എന്ന് പറഞ്ഞാൽ അമ്പല നടയെ കൊണ്ട് അന്ന് അച്ഛനെ അമ്മയും അല്ലെങ്കിൽ മുത്തച്ഛനെ മുത്തശ്ശിയും തള്ളുക. ഹിന്ദു സമൂഹത്തിന് സാമൂഹികമായി ഘടനാപരമായി കുറെ പ്രശ്നങ്ങളുണ്ട്. അത് അഡ്രസ് ചെയ്യുന്നതിന് വരെ നമ്മുടെ ഹിന്ദുത്വവാദി ചേട്ടന്മാർ മുസ്ലിം വിരോധം ഉണ്ടാക്കാനും പണ്ട് ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കാനും, ഇപ്പം മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കാരണം ഇപ്പം ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കാറില്ല, ഈ മുസ്ലിം വിരോധം ഉണ്ടാക്കി ഹിന്ദുക്കളെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇത്തരം സീരിയസ് ആയ വിഷയങ്ങൾ നിങ്ങൾ മതേതരത്വത്തിന്റെ പേരിൽ അഡ്രസ് ചെയ്യാതിരിക്കരുത്. കോൺഗ്രസുകാർക്ക് പറ്റുന്ന പ്രശ്നം അതാണ്. രാഹുൽ ഇതിൽ രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുന്നതിന് പകരം ഇപ്പോൾ കോൺഗ്രസിനെയും CPM കൂടി കുറ്റപ്പെടുത്താം. പക്ഷെ അതിന് പകരം ഹിന്ദു സമുദായത്തിലെ സാമുദായ സംഘടനകൾക്ക് എന്താണ് പണി? NSSഉം SNDPയും ചെറിയ സംഘടനകളല്ലോ. അവർക്ക് പോലും ഇപ്പോൾ രാഹുൽ പറഞ്ഞ വേറെ മറ്റു പല അജണ്ടകളാണ് മറ്റവന്മാർ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടക്കമുള്ളവർ കഴിഞ്ഞ 10 വർഷം മെനക്കെട്ടിട്ടാണ് NSSഉം SNDPയും യോഗക്ഷേമ സഭ KPMS അടക്കമുള്ള ചില സമുദായ സംഘടനകളിലെ ചില സ്ഥലങ്ങളിൽ നിന്നും ഇന്ന് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം, പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ പലരും എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് SNDPയും കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് പെരുന്ന ചങ്ങനാശ്ശേരി, തിരുവിതാംകൂർ ഭാഗങ്ങളിലാണ് കൂടുതൽ. ഞങ്ങളുടെ ഇടയിൽ കുടുംബ തകർച്ചയുണ്ട്, ജനസംഖ്യാ തകർച്ചയുണ്ട്, ആത്മഹത്യകളുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യിപ്പിക്കാൻ കൂടെ വേണ്ടിയാണ് പൊളിറ്റിക്കൽ നേതൃത്വം നോക്കേണ്ടത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഊർജ്ജം ഈ ഹലാൽ ജിഹാദും തുപ്പൽ ജിഹാദും തുമ്മൽ ജിഹാദും ഇല്ലാത്ത കള്ളത്തനം പറഞ്ഞു പോകും. പൊളിറ്റിക്കൽ നേതൃത്വമാണ് സമുദായ സംഘടനകളുടെ പണിയല്ലേ രാഹുൽ ഈശ്വർ, രാഷ്ട്രീയ പാർട്ടികളുടെ പണിയല്ലല്ലോ. സമുദായ സംഘങ്ങളുടെ പണിയാണ് ഇല്ലെന്ന് പറയും, അവരുടെയാണ് പ്രധാന പണി. രാഷ്ട്രീയക്കാരും കൂടെ നോക്കട്ടെ. കാര്യം മരിച്ചു വീഴുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ. ഇപ്പൊ എന്തുകൊണ്ട് ശ്രീ അജിംസ് എന്നാ പറഞ്ഞില്ല ഈ മരിച്ചവരുടെ സമുദായം നോക്കിയാൽ മതി എന്ന് RSSനെയും BJP എടുത്ത് പറഞ്ഞ എന്തുകൊണ്ടാണ്? അവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാര്യം ആൾക്കാർ മരിക്കുമ്പോൾ അല്ല, അത് RSSനെയും BJPനെയും പറഞ്ഞത് ഇവർ RSS BJP നേതൃത്വത്തെ കുറ്റപ്പെടുത്തി കടന്നുപോയവരാണ്. അവരെ തന്നെ പറയണം. അല്ലാതെ ഇതെന്തോ ഒരു സോഷ്യൽ ഫിനോമിനനാണ്, അത് ആ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉണ്ടാവുന്നു, അതിനങ്ങനെയല്ല കാണേണ്ടത്. ഈ മരിച്ച 3 ആളുകൾ അവർ ആരെ കുറ്റപ്പെടുത്തിയാണോ പോയത്, അവർക്ക് നീതി കിട്ടിയിട്ടില്ല.
അല്ല, അവർക്ക് നീതി കിട്ടണം. ഇത്തരം ഘടനാപരമായ വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടണം. യഥാർത്ഥത്തിൽ ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു അംബർലാ ടേമാണ്. അതായത് പലപ്പോഴും ഒരു ശത്രുതാ നിർമ്മാണം കൊണ്ട് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യലാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഘടനാപരമായ പ്രശ്നങ്ങൾ ഇനി രണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ സ്വരം വളരെ സ്വാഗതാർഹമാണ്. നമ്മുടെ ഗോപാലകൃഷ്ണൻജിയുടെ സ്വരം സ്വാഗതാർഹമല്ല. അദ്ദേഹം വേറൊരു രീതിയിലാണ് സംസാരിച്ചത്. അങ്ങനെ ആയിരുന്നില്ല സംസാരിക്കേണ്ടത്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖരജിയുടെ നല്ല സ്വരമായിരുന്നു. അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അന്വേഷിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ പക്വതയോടെ തന്നെ ഇത് തിരുമല അനിലിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പ്രശ്നം പറയാൻ വേണ്ടി തിരുമല അനിൽ പോയത് രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്ന് പറഞ്ഞ അവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അതൊക്കെ സോൾവ് ചെയ്യാൻ സമയമെടുക്കും. അതുകൊണ്ട് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ശശി തരൂർ എന്നെടുത്ത നിലപാട് നല്ലതാണ്. അതിന്റെ പേരിൽ രാഷ്ട്രീയം പറയാൻ ഞാനില്ല. പകരം അവരുടെ പാർട്ടിക്കാർ അന്വേഷിക്കണം. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, അതിലും ആഴമേറിയ മാനങ്ങൾ ഈ പ്രശ്നത്തിലുണ്ട് എന്ന തിരിച്ചറിവിൽ വേണം. ഇതൊരു പൊളിറ്റിക്കൽ ഫുട്ബോൾ സ്വാഭാവികമായിട്ടൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിൽ വരും. പക്ഷേ അതിനപ്പുറം മരിച്ചവർ സാധാരണ മനുഷ്യരാണ്. അത്തരം ഘടനാപരമായ വിഷയങ്ങൾ അഡ്രസ് ചെയ്യില്ലെങ്കിൽ ഇനിയും ആത്മഹത്യകൾ ഉണ്ടാവും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആൾക്കാർ ആനുപാതികമായി ആത്മഹത്യ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ്. അല്ല ഒന്ന് കേരളമാണ്. കേരളം ഒരു 1 to 5 റാങ്കിങ്ങിൽ സ്ഥിരമുണ്ട്. ഇന്ത്യയുടെ സൂയിസൈഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചു വർഷം മുമ്പ് വരെ കൊല്ലമായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ആനുപാതികമായ ആത്മഹത്യ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും കൊല്ലമായിരുന്നു. അപ്പം ഘടനാപരമായ കുറച്ച് പ്രശ്നങ്ങൾ കേരളത്തിനും വിശിഷ്യ ഹിന്ദു സമുദായത്തിനും ഉണ്ട് എന്നൊരു തിരിച്ച് കണക്കുകൾ വെച്ചാ പറയണ കേട്ടോ. ഇതൊന്നും കൈന്നിട്ടല്ല. ശരിയാണ്, രാഹുൽ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ വിഷയത്തിൽ അത്തരം ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് എത്രത്തോളം സാധ്യമാവുന്നതാണ് ഞാൻ ചോദിച്ചോളൂ. ശ്രീ റെനി ഐലീൻ, നോക്കുക, ഇത് ഒരു തിരിച്ചറിവിലേക്ക് ഈ രണ്ട് സംഘടനകളിലെയും BJP-യിലെയും RSS-ലെയും ആളുകളെ കൊണ്ടുപോകുക. കാരണം ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാരണം 1925 മുതൽ RSS പ്രവർത്തിച്ചു വരികയാണ് കേരളത്തിൽ. അപ്പോൾ അവർ പ്രധാനമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു എപ്പിറ്റോം എന്ന് പറയാവുന്ന രീതിയിലേക്ക് സാമൂഹിക മാധ്യമങ്ങൾ വന്നുകൂടി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യന് ചുമക്കാൻ കഴിയുന്ന അതിനപ്പുറം വെറുപ്പ് ഇന്ന് കേരളത്തിൽ RSS-കാരും BJP-കാരും മാത്രമല്ല, സാധാരണ മനുഷ്യർ ചുമക്കുന്നുണ്ട്. അവരുടെ മുമ്പിലേക്ക് അത് വന്നെത്തുന്നുണ്ട്. അവർ അങ്ങ് എക്സ്പോസ്ഡ് ആവുന്നുണ്ട് ഈ വെറുപ്പിലേക്ക്. അപ്പോൾ ഈ എക്സ്പോഷർ സാധാരണ മനുഷ്യരെ തന്നെ തകർത്ത് കളയുമ്പോൾ ഇത് ചുമന്ന് നടക്കുന്ന മനുഷ്യരെ എത്രമാത്രം തകർത്ത് കളയുമെന്ന് അവർ ചിന്തിക്കില്ലേ? റെനി? ഉറപ്പായിട്ടും. അജിംസെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ റെനി, പറഞ്ഞോളൂ, കേൾക്കാം. അപ്പോൾ ഇത് പിന്നെ അജിംസ് പറഞ്ഞ വളരെ ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഈ ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നിട്ടുള്ള ഈ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം, അല്ല അതിനു മുമ്പ് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ നടന്ന ഓരോ കാര്യങ്ങൾ, പിന്നെ പ്രചരണത്തിന്റെ സമയത്ത് നടത്തുന്ന ഓരോ പ്രസ്താവനകൾ, ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ വെറുപ്പല്ലാതെ എന്താണ് ഈ സംഘടന ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത്? മനുഷ്യന് ഉപയോഗമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നിന്ന് കേരളത്തില് ആകെ അവർക്കൊന്ന് റിവേഴ്സ് ഗിയറിലായെന്ന് പറഞ്ഞാല് ആ രണ്ട് കന്യാസ്ത്രീമാര് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായപ്പോ അത് നമുക്കറിയാം. നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ തന്നെ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടിന്റെ കാര്യം, ഇപ്പോഴുള്ള സീറോ മലബാർ സഭയായിട്ടുള്ള പ്രത്യേകിച്ചുള്ള ആ ഒരു ബാന്ധവം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നിട്ട് പോലും അവരതെല്ലാ സ്ഥലത്തും പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 3-4 ദിവസത്തിന് മുമ്പ് CBCIയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ തങ്കലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു സംഗതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഈ സമീപകാലത്തൊന്നും എന്റെ ഒരു അറിവിൽ CBCI അങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിയിട്ടില്ല. RSSനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിച്ചു എന്ന് മാത്രമല്ല, കന്യാകുമാരി റയറ്റില് കമ്മീഷനായിരുന്ന, അത് അന്വേഷിക്കാൻ പോയിരുന്ന വേണുഗോപാൽ കമ്മീഷന്റെ ഓരോ ഭാഗങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. RSS എന്തുമാത്രം വിദ്വേഷവും വെറുപ്പുമാണ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതെന്നും അങ്ങനെയാണ് ഈ കലാപം ഉണ്ടായത് എന്നും കൃത്യമായിട്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആളുകളുടെ അണികള് ഈ തരത്തിലുള്ള പിന്നെ ജീവിതത്തിൽ പിന്നെ എന്താ പറയുക, അവസാനം അഭയം തേടുന്നത് ആത്മഹത്യയിലാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വലിയൊരു അത്ഭുതം തോന്നില്ല. ഒരു നല്ല കാര്യമാണെന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് പിന്നെ ഇത് ഒരു മഹത്തായ സംഭവമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിന്റെ ദുരന്തം ഇതാണ്. ഇങ്ങനെയുള്ള സംഘടനകളുടെ അണികൾക്ക് സംഭവിക്കാവുന്ന ദുരന്തം ഇതാണ്. ഇപ്പൊ പത്മരാജൻ പീഡന കേസിൽ പ്രതിയായപ്പോ നമുക്കറിയാലോ, ഈ പറയുന്ന ഈ അവരുടെ സമുന്നതനായ നേതാവ് ശ്രീ ശ്രീധരപിള്ള, അദ്ദേഹം തന്നെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്.
അങ്ങനെയുള്ള അഭിഭാഷകരുടെ നിര തന്നെ അവർക്കുണ്ട്, ഹൈക്കോടതിയിൽ ഒക്കെ ഉണ്ട്. ഇവർക്ക് അദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു അഭിഭാഷകനെ ഏർപ്പെടുത്തിയിട്ട് ആ കേസ് എന്തുകൊണ്ട് ഇവർ വാദിച്ചില്ല? ഓക്കെ, കേസ് ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടു, ഇനി അത് മേൽക്കോടതിയിലേക്ക് ഇവർക്ക് ഫൈറ്റ് ചെയ്യാമല്ലോ. പക്ഷെ അതിന് പകരം പറയുന്നെന്താ, ഈ ഒരു ജഡ്ജിനോടും അവിടെ നിൽക്കുന്ന ആ സംവിധാനങ്ങൾ, നിയമ സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പറയാണ് കുടുംബം ആത്മഹത്യ ചെയ്യുമെന്ന്. അപ്പൊ ഇവർ പറയുന്നെന്താ, ഇവർ പ്രത്യക്ഷമായും പരോക്ഷമായും അവർ പ്രചരിപ്പിക്കുന്നത് ഈ കൊലയുടെ മനഃശാസ്ത്രമാണ്. ഒന്നുകിൽ മറ്റുള്ളവരെ കൊല്ലുക, അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും വെറുപ്പും വിദ്വേഷവും തലയിൽ കയറ്റിയിട്ട് അവസാനം സ്വയം മരിക്കുക. ഇതിനിപ്പോ നേരത്തെ അജിംസ് ഒരു കാര്യം സൂചിപ്പിച്ചല്ലോ, വയനാട്ടിൽ നടന്ന ആത്മഹത്യകളുടെ കാര്യം, അതായത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഉടനടി അത് കേസെടുത്തു. വളരെ ശക്തമായ രീതിയിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവാണ്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇതിൽ കേസെടുക്കാത്തത്? സഖാവ് കയറ്റി അപ്പുറത്ത് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന് മറുപടി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്ര ആത്മഹത്യകൾ നടന്നിട്ടും ഒരു പ്രസ്ഥാന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കത്തുകൾ എഴുതി വെക്കുകയാണ്? ഒരു മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറഞ്ഞാൽ, സൂയിസൈഡൽ നോട്ട് എന്ന് പറഞ്ഞാൽ, അത് ആ മനുഷ്യന്റെ എത്ര കൊള്ളരുതാത്തവനാകാം അല്ലെങ്കിൽ നല്ലവനാകാം, എന്ത് തരത്തിലോ നമുക്ക് വിലയിരുത്താം. പക്ഷെ ആത്മഹത്യാ കുറിപ്പെന്ന് പറയുന്നത് അവന്റെ ഒരു ഹൃദയത്തിന്റെ രക്തം കൊണ്ടെഴുതിയ ഒരു സത്യവാങ്മൂലമാണ്. അതിനെപ്പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇന്നും നിയമ സംവിധാനം അതിലിടപെട്ടിട്ടില്ല. ആരെവിടെ ഭരിക്കുന്നത്? ഈ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. അതായത് RSSനെതിരെ, BJPക്കെതിരെ വലിയ പ്രചരണങ്ങൾ നടത്തുകയും പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി ഇപ്പോഴും അതിന് നടപടിയെടുത്തിട്ടില്ല, ഇത്രയും പേര് മരിച്ചിട്ട്. അതേസമയം കോൺഗ്രസിന്റെ അവരുടെ നേതാക്കളോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തപ്പോൾ ഉടനടി കേസെടുത്തു. അപ്പൊ അതേ ശുഷ്കാന്തി തന്നെ ഇവിടെയും കാണിക്കണ്ടേ? അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ വലിയ ശത്രു? ഇവരുടെ നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല, പക്ഷെ നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ, കൃത്യമായിട്ട് പോലീസ് സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു നാട്ടിൽ എന്ന് പറയുന്ന ഒരു നാട്ടിൽ, അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഇടതുപക്ഷക്കാരുള്ള നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സഖാവ് KT ഇതിന് മറുപടി പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, KT ആയിട്ടുള്ള കണക്ഷനിൽ എന്തോ പ്രശ്നമുണ്ട്. നിജേഷ്, ഇത് ഈ ഒരു 3 സംഭവത്തെ നമുക്ക് അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഈ 3 കേസുകളിൽ ഒറ്റ കാര്യം വ്യക്തമാണ്, പോലീസിനൊരു അനാസ്ഥ ദൃശ്യമാണ്. ഇപ്പോൾ തിരുമല അനിലിൻ്റെ കേസിലാണെങ്കിലും അനിൽ പറഞ്ഞത് എന്താണ്? തൻ്റെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് പോയാൽ തിരിച്ചടച്ചില്ല പലരും. BJP നമ്മുടെ ആളുകൾ തന്നെയാണെന്നാണ് അദ്ദേഹം കത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആളുകൾ തിരിച്ചടച്ചില്ല, അതേക്കുറിച്ച് പോലീസിന് അന്വേഷണമില്ല. അനന്തു അച്ചിയുടെ കേസിൽ ആ പ്രതിയെ അന്വേഷിക്കുന്നേ ഇല്ല. ആ കേസ് തിരുവനന്തപുരത്ത് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ ഈ ഒരു മെല്ലെപ്പോക്ക് എന്തുകൊണ്ടാകും ഉണ്ടാവുന്നത്? അത് കുറച്ചു കാലമായി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അലയൻസ് ഉണ്ട്. അത് ആദ്യമായി പറഞ്ഞത് കേരളത്തിലെ പോലീസിനകത്ത് RSSകാരുണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസ് പറയുന്നതിന് മുമ്പ് CPI നേതാവാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് നമ്മൾ കണ്ടു, കഴിഞ്ഞ ADGP അജിത് കുമാർ ഈ RSS നേതാക്കന്മാർ ഹൊസബളയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വത്സൻ തില്ലങ്കരിയുമായിട്ടുള്ള ബന്ധമൊക്കെ ആക്ഷേപിക്കുകയും പറയുകയും ചെയ്തത് അത് കൃത്യമായ തെളിവുകളോടുകൂടിയാണ്. നമുക്ക് ഇതുവരെ അതിനൊരു ആൻസർ കിട്ടിയോ? എന്തുകൊണ്ടാണ് അജിത് കുമാർ ഹൊസബളയെ കാണാൻ വേണ്ടി കാറൊക്കെ മാറ്റിവെച്ച്, യൂണിഫോമൊക്കെ മാറ്റിവെച്ച് സ്വകാര്യ കാറിൽ അവിടേക്ക് പോയത് എന്നുള്ളതിന് ഒരു കൃത്യമായ വിശദീകരണം വന്നിട്ടില്ല. അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ച CPI അല്ലെങ്കിൽ അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇതുവരെ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ശബരിമലയിലെ പ്രശ്നമുണ്ടായപ്പോൾ 18-ാം പടിയിൽ കയറിക്കൊണ്ട് ക്രമസമാധാനം നിയന്ത്രിച്ച വത്സൻ തില്ലങ്കരിയെ പറ്റി ചോദ്യം വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ടത് ഒരു അവിഹിതമായ ബന്ധം ഈ 2 രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാ വിഷയങ്ങളെയും ഒരേപോലെ കാണാൻ സാധിക്കണ്ടേ? കോൺഗ്രസുകാരന്റെ പേരിൽ കേസ് വരുന്ന അതേ ആവേശം ഇതുപോലെ, ഞാൻ പറയുന്നത് അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ടല്ല പറയുന്നത്, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു, അതിന്റെ കാരണക്കാരായി ഇന്നെന്ന ആളുകളാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം സ്വാഭാവികമായി ഇവരുടെ പേരിലേക്ക് വരണം. അതുപോലെ നേരത്തെ RSS ശാഖയിൽപ്പെട്ട ആള് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് എഴുതി വെച്ച് എന്നെ പീഡിപ്പിച്ചിട്ടാണ് എന്ന് എഴുതി വെച്ചാൽ അതിന്റെ പ്രതിയെ പോയി പിടിക്കാൻ ആവശ്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവട്ടെ, കേസെടുക്കുന്ന സമീപനം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവണ്ടേ? അതുണ്ടാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുമ്പോൾ ആ സമ്മർദ്ദം ആരുണ്ടാക്കി?
മണ്ണ് മാഫിയയാണ് എന്ന് എഴുതി വെക്കുമ്പോൾ ആ പ്രദേശത്ത് വളരെ ലോക്കലായ ഒരു ഏരിയക്കകത്ത് ആരാണ് മണ്ണ് മാഫിയ, ആർക്കാണ് ഇതുമായി കണക്ഷൻ ഉള്ളത് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അവിടെ വെക്കുന്ന സമയത്ത് പോലീസ് അതിൽ മൗനം പാലിക്കുന്നു. കാരണം അതിലെ വാദിയില്ല, പ്രതിയില്ല, അയാൾ ആത്മഹത്യ ചെയ്ത് പോവുകയും ചെയ്തു. ഇനി അതാരും ടേക്കപ്പ് ചെയ്യുന്നില്ല. നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ, ഒരു കൊലപാതകമായിരുന്നുവെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ടേക്കപ്പ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടേക്കപ്പ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞത് അയാൾ ഞങ്ങളുടെ പാർട്ടി ഒന്നുമല്ല, അയാൾ ഞങ്ങളുടെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വളരെ ലാഘവത്തോടു കൂടി നിർവികാരനായി പറയുന്ന ഒരു നേതാക്കളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. അവിടെ കൈ കഴുകി കഴിഞ്ഞു. ഇനി ആരും ഇത് അന്വേഷിക്കുന്നില്ല. നമുക്കറിയാം ആത്മഹത്യാ കേസിൽ ആത്മഹത്യ ചെയ്ത ആൾക്കെതിരെ കേസെടുക്കും, ഒരിക്കലും ശിക്ഷിക്കപ്പെടാത്ത കേസ് എന്ന നിലയിലേക്ക് ഇതിനെ എഴുതി തള്ളുകയാണ് ചെയ്യുന്നത്. അല്ല, നമ്മൾ വളരെ ഗൗരവമായ പഠനങ്ങളുണ്ടാകും. രാഹുൽ ഈശ്വറിനോട് മതേതരനാവാൻ ശ്രമിക്കുകയല്ല മിസ്റ്റർ രാഹുൽ ഈശ്വർ. ഞങ്ങള് മതേതരനാണ്. ഞങ്ങള് കോൺഗ്രസ് പ്രസ്ഥാനം പറയുകയാണ് നാളെ ഹിന്ദു ഇങ്ങനെ യുവജന കമ്മീഷൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നാളെ ഹിന്ദുക്കൾക്കെല്ലാം വേണ്ടി ഞങ്ങൾ ആത്മീയ ക്ലാസ് എടുക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത്. അല്ല, ഞങ്ങൾ പറയുന്നത് സമൂഹത്തിനകത്ത് ഇതുപോലെയുള്ള പ്രവണത ഉണ്ടാകുമ്പോൾ, സമൂഹത്തിനകത്ത് ആത്മഹത്യാ പ്രവണത കൂടുന്നുണ്ട് എങ്കിൽ നമ്മൾ അലേർട്ട് ആവണം. ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലം 1-2 വർഷമായി രാസലഹരിയുടെ ഉപയോഗം കൂടിയ സമയത്ത് നമ്മളൊക്കെ ക്യാമ്പയിന്റെ ഭാഗമായി സർക്കാർ ചെയ്യുന്ന ക്യാമ്പയിൻ അപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ പാർട്ടി ക്യാമ്പയിൻ ഏറ്റെടുത്തു. അവിടെ മുസ്ലിം എത്ര, ഹിന്ദു ഇത്ര, ക്രിസ്ത്യാനി ഇത്ര ലഹരിക്ക് അടിമയാകുന്നു, ക്ലാസ് ഉണ്ടാകുന്നു, ഹിന്ദുവിന് ക്ലാസ് കൊടുക്കുക എന്നൊരു ഏർപ്പാട് ഇല്ല. അത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഹിന്ദു മതത്തെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ അല്ലെങ്കിൽ സമുദ്ധരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ എതിരഭിപ്രായം പറയുന്നില്ല. അത് നിങ്ങൾ പറയുന്ന വലതുപക്ഷ നിരീക്ഷകന്റെ ഭാഗമായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും സമൂഹത്തിനകത്തുള്ള ഹിന്ദുവിനൊന്ന്, മുസൽമാനൊന്ന്, ക്രിസ്ത്യാനിക്കൊന്ന് എന്ന രീതിയിൽ കാണാനുള്ള പ്രയാസമുണ്ട്. അത് മതേതരനായതുകൊണ്ടല്ല, അത് ഞങ്ങൾ മതേതരത്വ ബോധമുള്ള ആളുകളായതുകൊണ്ടാണ്. അതിനേതായാലും ആ തരത്തിൽ ജാതിയും മതവും തിരിച്ച് അതിനെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. സമൂഹത്തിൽ വന്നിരിക്കുന്ന നമ്മൾക്ക് ഒക്കെ അറിയാവുന്നതുപോലെ മതത്തിനല്ല കൾച്ചർ, പ്രദേശത്തിനാണ്, ഭൂമിശാസ്ത്രത്തിനാണ് കൾച്ചർ. അമേരിക്കക്കാർ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ബീഹാറുകൾ എന്ന് പറയുന്നത് കേരളക്കാർ എന്ന് പറയുന്നത് പോലെയാണ് ഓരോ പ്രദേശത്തിനും. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ഇതിലൊക്കെ പങ്കെടുത്തൊരു ചരിത്രം കോൺഗ്രസിനുണ്ട്. അതൊരു സാമൂഹിക പരിഷ്കരണത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെയെങ്കിലും കണ്ടുകൂടെ രാഹുൽ പറഞ്ഞ നിർദ്ദേശത്തെ? ആ നിർദ്ദേശത്തെ നമ്മളുടെ സമൂഹത്തിലെ അയിത്തത്തിനെതിരെ പോരാടുക എന്നുള്ളത് അത് നമ്മുടെ പാർട്ടിയുടെ തന്നെ ഏറ്റവും വലിയ നയമായിരുന്നു. അല്ലാതെ ഒരു പാർട്ടിക്കകത്ത്, ഒരു മതത്തിനകത്ത്, അവരുടെ ഇന്ന ജാതിക്കകത്ത് ആത്മഹത്യയുണ്ട് എന്ന് കണ്ടെത്തി അവിടെ നമ്മൾക്ക് ക്ലാസ് എടുക്കുന്നതും ഒരു സാമൂഹ്യ സ്ഥാപനങ്ങൾക്കകത്തേക്ക് ഒരു വിഭാഗത്തിന് പ്രവേശനം കൊടുക്കാതിരിക്കുന്നതിനെയും ഒരേ ക്ലാസ്സിൽ തൂക്കാൻ പറ്റുമോ എന്ന് അജിൻസ് നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ഞങ്ങൾ ആ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ സാമൂഹ്യ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലഹരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് നാളെ ഏതെങ്കിലും അമ്പലങ്ങൾക്കകത്തോ പള്ളിക്കകത്തോ ഇതുപോലെയുള്ള അയിത്തമോ അനാചാരമോ വീണ്ടും ആവിർഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെതിരെയൊക്കെ പോരാടേണ്ടത് സാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കടമയാണ്. ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും. ആത്മഹത്യ, നമ്മളൊക്കെ പറയുന്നതിൽ ഏത് ആത്മഹത്യ വാർത്ത വരുമ്പോഴും പത്രത്തിന്റെ അടിയിൽ വീണ്ടും എഴുതി വെക്കുന്ന ഒരു വരിയുണ്ട്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പത്രങ്ങളൊക്കെ എഴുതി തുടങ്ങിയ ഒരു പോസിറ്റീവായ കാര്യമുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഏതായാലും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ആത്മഹത്യയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് മറുപടി പറയേണ്ടത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, പരിഹരിക്കേണ്ടതും ഈ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ശരി രാഹുൽ, മറുപടി. പെട്ടെന്ന് രണ്ടുപേരും മറുപടി പറയാം. അങ്ങനെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ നന്നാക്കണം എന്ന് വിചാരിച്ചിറങ്ങിയൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ നാട്ടിൽ പിന്നോക്ക ജാതി മുന്നോക്ക ജാതികളെ ഒരുമിപ്പിക്കാനുള്ള പൂന പാക്റ്റിൽ ഒപ്പിട്ടത്, ക്ഷേത്രപ്രവേശത്തിനായി അങ്ങോളം ഇങ്ങോളം ഓടി നടന്നത്, സവർണജാഥ നടത്താനായി നമ്മുടെ മന്നത്തിന് ആശയം കൊടുത്തത്, ഈ രാജ്യത്ത് ഏറ്റവും നല്ല ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്ന ശശി തരൂറിന്റെ വാക്ക് കടമെടുത്താൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച ഹിന്ദു ആക്ടിവിസ്റ്റ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ആ ഹിന്ദു റൂട്ട്സ് കോൺഗ്രസ് മറന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. ഇനിയും അദ്ദേഹം പറഞ്ഞ ശ്രീ നിജേഷ് പറഞ്ഞ സ്പിരിറ്റ് അംഗീകരിക്കുന്നു. നിങ്ങൾ ഹിന്ദു എന്ന് വിളിക്കേണ്ട, കേരളത്തിലാണ് കൂടുതൽ ആത്മഹത്യകൾ, ഒന്ന് അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇനി മദ്യപാനത്തിന്റെ പ്രശ്നം സിബി മാത്യൂസ് പറയുന്നത് 83.7% ഹിന്ദു സമൂഹത്തിലാണ് ഉള്ളതെന്നാണ്. നിങ്ങൾ അത് ഹിന്ദു എന്ന് പറയേണ്ട, കേരളത്തിലാണ് മദ്യപാനത്തിന്റെ പ്രശ്നം കൂടുതൽ, അത് നമ്മൾ അഡ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. ഇനിയും കേരളത്തിലാണ് ആത്മഹത്യ, മദ്യപാനം, കുടുംബഛിദ്രം, പ്രായമായവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഹിന്ദുക്കളിലാണ് കൂടുതൽ. പക്ഷേ ഹിന്ദു എന്ന് പറയേണ്ട, കേരള ജനതയിൽ ഇത് വർദ്ധിച്ചു വരുന്നു എന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്താൽ മതി. നട തള്ളുന്നത് കൂടുതൽ കേരളത്തിലാണെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നട തള്ളുന്നതല്ലല്ലോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഹിന്ദു എന്ന വാക്ക് മാറ്റി കേരളം എന്ന പരിപ്രേക്ഷ്യത്തിൽ മതേതരമായി ഇതിനെ അഡ്രസ് ചെയ്താൽ മതി. എന്ത് പറഞ്ഞെങ്കിലും ഇതൊന്ന് അഡ്രസ് ചെയ്ത് തന്നാൽ മതി. ആ അഡ്രസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ, യുവജന കമ്മീഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ, വനിതാ കമ്മീഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ മാറരുത്. ഒറ്റ ഒരു കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത വലിയൊരു ഇഷ്യൂ ആണ് ഈ കുടുംബ തകർച്ചകൾ. അതും ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളിലാണ്. പക്ഷേ ഹിന്ദുക്കൾ എന്ന് പറയേണ്ട, അതായത് എല്ലാവർക്കും പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ, വിവാഹപൂർവ്വ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്താൽ മതി. ഓൾറെഡി
ക്രിസ്ത്യാനികൾക്കുണ്ട്. നമ്മളത് ഇനി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പറയാതിരിക്കണ്ട. ഇത് കേരളീയ ജനതയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം പേരെന്തായാലും ഈ വിഷയം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അതിന്റെ അനുരണനങ്ങൾ, പ്രതിഫലനങ്ങൾ എല്ലാ സമുദായത്തിലും വരും. നേരത്തെ പറഞ്ഞതുപോലെ എന്റെ സുഹൃത്തുക്കളായ RSS BJP നേതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് സീരിയസ് ആയ ഇഷ്യൂ, അല്ലാതെ ഇല്ലാത്ത തുപ്പൽ ജിഹാദ് അല്ല, മലപ്പുറത്ത് ശ്വാസം കിട്ടാത്തതല്ല പ്രശ്നം, പത്തനംതിട്ടയിലെ ജനസംഖ്യാ തകർച്ചയാണ് പ്രശ്നം എന്ന തിരിച്ചറിവിൽ നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഇല്ലാതാകും. ഇതൊരു രാഷ്ട്രീയമല്ല, ഇനി ആത്മീയം എന്ന് വിളിച്ചാൽ നമ്മുടെ മറ്റേ ഇടതുപക്ഷ സഹോദരൻ ഇഷ്ടപ്പെടൂല. ഇതൊരു മാനസിക, സാമൂഹിക, മാനസിക, സോഷ്യോ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അതിനെ ഏത് പേരിലെങ്കിലും ഒന്ന് അഡ്രസ്സ് ചെയ്താൽ ഈ നാട് നന്നാവും, നാട് രക്ഷപ്പെടും. ശരി റെനി, ഇവിടെ ഈ സമൂഹത്തിൽ മൊത്തത്തിലുള്ള സാധനം അത് RSSലും BJPയിലും ഉണ്ട്. അങ്ങനെ ഒരു സമീകരണം ശരിയാവുമോ ഇതിൽ? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ ഈ ചർച്ച തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, ഇതൊരു ലക്ഷണമൊത്ത എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിൽ 100 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാഷിസ്റ്റ് സംഘടനയാണ്. ഇന്ത്യയിൽ നടന്ന വംശഹത്യകൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷ വിരുദ്ധ കലാപങ്ങൾ, ഇതിലെല്ലാം വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു എന്താ പറയുന്ന ഒരു സാമൂഹ്യ മനഃശാസ്ത്ര പ്രശ്നമായിട്ട് മാത്രമല്ല കാണേണ്ടത്. അത് ആ പ്രസ്ഥാനം തന്നെ ഒരു സാമൂഹ്യ മനഃശാസ്ത്ര പ്രശ്നമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഇത് മൊത്തത്തിലുള്ള ഒരു സംഭവമൊന്നുമല്ല. ഈ പ്രസ്ഥാനം കാരണമാണ് ഈ ഇഷ്യൂ കൂടുതൽ, ഈ വെറുപ്പും ഭീതി ഇവിടെ ഉള്ളാകുന്നത്. അപ്പൊ അത് പ്രചരിപ്പിക്കുന്ന ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞപ്പോഴാണ് എനിക്ക് നല്ലൊരു ഉദാഹരണം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അസമിലെ ഒരു BJP മന്ത്രി, അദ്ദേഹത്തിന്റെ പേര് അശോക് സിംഗാൾ എന്നാണ്. പഴയ അശോക് സിംഗാൾ അല്ല, ഇത് പുതിയ അശോക് സിംഗാൾ. അദ്ദേഹം കോളിഫ്ലവർ കൃഷിയുടെ പണം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഒരു പക്ഷേ ജർമ്മനിയിൽ ഈ നാസി പ്രസ്ഥാനത്തിൽ പോയി ഇങ്ങനെ മനുഷ്യന്മാരുണ്ടായിരിക്കും. ഒരു സന്തോഷാവസരത്തിൽ ഒരു സന്തോഷം, അവരുടെ പാർട്ടി ജയിച്ച സന്തോഷാവസരത്തിൽ അത് എന്തിനുള്ള മാൻഡേറ്റ് ആണ്, അവിടെയുള്ള മറ്റവന്മാരെ തീർക്കാനുള്ള മാൻഡേറ്റ് ആണ് എന്ന് കരുതുന്ന അത്ര സൈക്കോപാത്തുകൾ ഞാൻ വേറെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് അവര് ഈ സോഷ്യൽ മീഡിയയിലും അതുപോലുള്ള ഇടങ്ങളിൽ അവർ പ്രചരിപ്പിക്കുന്ന അതാണ്. ഇപ്പൊ ഞാൻ ഈ മീഡിയ ഒന്നിന്റെ ഫ്ലാഷ് ഇതിങ്ങനെ ന്യൂസ് സ്ക്രോൾ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. അത് മലപ്പുറം BJPയിൽ പൊട്ടിത്തെറി, എന്താ ജാതി വിവേചനം. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ, ആ പാർട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സവർണ ഫാഷിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പൊ പിന്നെ അവരുടെ എന്താ പറയുന്നത് അണികൾ പിന്നെ ഇതല്ലാതെ എന്താ ചെയ്യുന്നത്? ഇതൊരു നിയമപ്രശ്നമായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് ഇവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല. അത് ഇവരായതുകൊണ്ട് നേരത്തെ ആ കോൺഗ്രസിലെ ആ സുഹൃത്ത് പറഞ്ഞതിനോട് ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട്. കാരണം RSSന് ഇൻഫിൽട്രേറ്റ് ചെയ്ത ഒരു നിയമ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് CPIക്കാരടക്കമുള്ളവർ പറഞ്ഞ ഈ നാട്ടില് പിന്നെ ഞാനും അജിംസും പിന്നെ പറയുന്നത് പിന്നെയല്ലേ വരൂ. അവരുടെ ആളുകൾ തന്നെ പറഞ്ഞില്ലേ എന്റെ അജിംസെ. പിന്നെ ഇതിലെന്താ, ഇതിനേക്കാൾ വലിയ തെളിവെന്താ വേണ്ടത്? ശരി, അപ്പോൾ ഇത് കേവലം ഒരു സാമൂഹിക പ്രശ്നം, ആത്മഹത്യ കൂടുതലുള്ള കേരളം എന്ന പ്രശ്നം എന്നതിനപ്പുറം ആ സംഘടനകൾ നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ആ സംഘടനകളാണ് അത് പരിഹരിക്കുന്നത്. പക്ഷെ അത് അവർക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുമോ? അവർ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. നന്ദി ശ്രീ റെനി ഐലിൻ, രാഹുൽ ഈശ്വർ, നിജേഷ് അരവിന്ദ് ഇത്രയും സംസാരിച്ചതിനിടെ വേണം.